ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുനാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയരും നിയമജ്ഞരും യേശുവിനോട് ചോദിക്കുന്നത് ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ്. അവരുടെ ശ്രദ്ധ പുറമേയുള്ള ആചാരങ്ങളിലായിരുന്നു. എന്നാൽ യേശു അവരെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നോക്കുന്നത് പുറം കാഴ്ചയല്ല, മനുഷ്യൻ്റെ ഹൃദയമാണെന്നാണ്. കൈകൾ ശുദ്ധമായിരിക്കാം, എന്നാൽ ഹൃദയം അസൂയയും അഹങ്കാരവും കപടതയും വിദ്വേഷവും കൊണ്ട് നിറഞ്ഞാൽ അതിന് ദൈവസന്നിധിയിൽ യാതൊരു വിലയുമില്ല. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് കടക്കുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ വിശുദ്ധി ആചാരങ്ങളുടെ പൂർണ്ണതയിലല്ല, ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിലാണെന്ന് യേശു പഠിപ്പിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന വ്യാഖ്യാനമാണ് ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി. ഒരു ചെറിയ ഗ്രാമമായ ആർസിലെ സാധാരണ വികാരിയായിരുന്ന അദ്ദേഹം ലോകം മുഴുവൻ ആദരിച്ച വിശുദ്ധനായി മാറിയത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ വിശുദ്ധി കൊണ്ടാണ്. വലിയ പാണ്ഡിത്യമോ അസാധാരണമായ പ്രസംഗ പാടവമോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിനെ അതിരില്ലാതെ സ്നേഹിച്ച ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോ ദിവസവും മണിക്കൂറുകളോളം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പിന്നീട് 12 മുതൽ 16 മണിക്കൂർ വരെ കുമ്പസാരക്കൂട്ടിലിരുന്ന് പാപികളെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നയിക്കുകയും ചെയ്തു. ആളുകൾ പറയുമായിരുന്നു, ഞങ്ങൾ ആർട്സിലേക്ക് വന്നത് ഒരു പുരോഹിതനെ കാണാനല്ല, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനാണ്. അതാണ് വിശുദ്ധിയുടെ ശക്തി. ഒരു ദിവസം ഒരാൾ വിശുദ്ധ വിയാനിയോട് ചോദിച്ചു, അച്ഛാ, എങ്ങനെയാണ് ഇത്രയധികം ആളുകളെ ദൈവത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത്? അദ്ദേഹം വളരെ ലളിതമായി മറുപടി പറഞ്ഞു, ഞാൻ ആദ്യം ദൈവത്തെ നോക്കുന്നു, പിന്നെ ദൈവം എന്നിലൂടെ അവരെ നോക്കുന്നു. ഈ മറുപടിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം അടങ്ങിയിരിക്കുന്നു. ദൈവത്തെ നിരന്തരം നോക്കുന്ന ഹൃദയമാണ് മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത്. വിശുദ്ധ വിയാനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പൗരോഹിത്യം യേശുവിൻ്റെ ഹൃദയസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഈ വാക്കുകൾ ഓരോ പുരോഹിതർക്കും മാത്രമല്ല, ഓരോ ക്രൈസ്തവനും ബാധകമാണ്. നമ്മുടെ ജീവിതം യേശുവിൻ്റെ ഹൃദയസ്നേഹം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ ആകുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വെറും ആചാരങ്ങളിൽ ഒതുങ്ങിപ്പോകും. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം സ്വന്തം ഹൃദയത്തെ വിശുദ്ധമാക്കിയത്. അതിനുശേഷമാണ് ആയിരക്കണക്കിന് ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ യേശു പറയുന്നു, അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രകാശമില്ലാത്തവർക്ക് മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കഴിയില്ല. വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കലും ആത്മീയമായി അന്ധനായിരുന്നില്ല. കാരണം അദ്ദേഹം പ്രാർത്ഥനയിലും ദിവ്യബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലും ജീവിച്ചു. അതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അനേകർക്ക് പ്രകാശ സ്തംഭമായി മാറി. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കും ഇടവകൾക്കും സമൂഹത്തിനും വേണ്ടത് പുറമേയുള്ള ഭക്തിയുടെ പ്രകടനമല്ല, വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ശുദ്ധ ഹൃദയങ്ങളാണ്. ഒരു ശുദ്ധ ഹൃദയമുള്ള മനുഷ്യന് ഒരു കുടുംബത്തെ മാറ്റാൻ കഴിയും. ഒരു വിശുദ്ധ പുരോഹിതന് ഒരിടവകയെ മാറ്റാൻ കഴിയും. ദൈവസ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരു ക്രൈസ്തവന് ഒരു സമൂഹത്തെ മാറ്റാൻ കഴിയും. ഇന്ന് നമുക്കും സ്വയം ചോദിക്കാം, ഞാൻ വെറും ആചാരങ്ങൾ പാലിക്കുന്ന ഒരു ക്രൈസ്തവനാണോ, അതോ ദൈവസ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയമുള്ള ഒരു ക്രൈസ്തവനാണോ?
എൻ്റെ ജീവിതം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ, അകറ്റുന്നുണ്ടോ? വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ പുറം ജീവിതം മാത്രമല്ല, എൻ്റെ ഹൃദയവും ശുദ്ധീകരിക്കണമേ. വിശുദ്ധ ജോൺ മരിയ വിയാനിയെപ്പോലെ പ്രാർത്ഥനയിലും വിനയത്തിലും കരുണയിലും വളർന്ന് എൻ്റെ ജീവിതം മറ്റുള്ളവരെ നിന്നിലേക്ക് നയിക്കുന്ന ജീവിക്കുന്ന സാക്ഷ്യമാകട്ടെ. ആമേൻ. ഇന്നേ ദിവസം നമ്മുടെ ഇടവക വൈദികരെ പ്രത്യേകമാവിധം നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. അവർക്ക് ആശംസകൾ നേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.